ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടെ പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പുണ്യവാനായി നമ്മുടെ കുടുംബങ്ങളിലുള്ള വിശുദ്ധ ഔസേപ്പിനെ കുറിച്ചാണ്. വിശുദ്ധ ഔസേപ്പ് നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്. കുഞ്ഞുനാൾ മുതൽ തന്നെ എൻ്റെ അമ്മ എന്നെ ചൂണ്ടിക്കാണിച്ചു തന്ന്, വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഞാൻ ജനിച്ചത് കണ്ണമാലി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിനടുത്താണ്. അപ്പോൾ വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ കാൽച്ചുവട്ടിൽ വിശുദ്ധ ഔസേപ്പേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും വളർന്നു വന്നത്. അപ്പോൾ വിശുദ്ധ ഔസേപ്പിനോട് വലിയ ഭക്തിയാണ്. സങ്കടങ്ങൾ വരുമ്പോൾ, തളർന്നു പോകുന്ന നിമിഷങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഉള്ളിൽ വരുന്ന പ്രാർത്ഥന വിശുദ്ധ ഔസേപ്പേ എന്നാണ്. ഇപ്പോൾ ഈ വിശുദ്ധ ഔസേപ്പിൻ്റെ പ്രസംഗം, ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിച്ചത്, കർത്താവ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഇടവക ദേവാലയം കോഴിക്കോട് സിറ്റിയിലുള്ള വിശുദ്ധ ഔസേപ്പിൻ്റെ നാമത്തിലുള്ളതാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുക എന്നത് തന്നെ വലിയൊരു അഭിഷേകമാണ്. ഔസേപ്പ് പിതാവേ എന്ന് വിളിച്ചതിന് ശേഷമാണ് ബലിയർപ്പിക്കാനായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും വിളിക്കുന്നത്. കാരണം വിശുദ്ധ ഔസേപ്പേ എൻ്റെ കൂടെ ഉണ്ടാകണമേ, പിതാവായ ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും വിശുദ്ധ ഔസേപ്പേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ, അഭിഷേകത്തോടെ ബലിയർപ്പിക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ കുർബാനയും, ഓരോ പരിശുദ്ധ കുർബാനയും വലിയ അഭിഷേകത്തോടെ അർപ്പിക്കാൻ സാധിക്കുന്നത് ഞാൻ വിശുദ്ധ ഔസേപ്പിനോട് വളരെ നിഷ്കളങ്കമായിട്ട് ഒരു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇന്ന് ഈ വചനപ്രഘോഷണം വിശുദ്ധ ഔസേപ്പിൻ്റെ നാമത്തെക്കുറിച്ച് പറയാൻ കാരണം, കഴിഞ്ഞ മാർച്ച് മാസം 19-ാം തീയതി എൻ്റെ ദേവാലയ അങ്കണത്തിൽ 10,000-ഓളം പേർക്കാണ് ഞങ്ങൾ ഊട്ടുനേർച്ച ഒരുക്കിയത്. ഈ വർഷത്തെ ഊട്ടുനേർച്ചയ്ക്ക് ഒരു 10 തേങ്ങയുടെ കഥയുണ്ടായിരുന്നു. 10 തേങ്ങകളുടെ കഥ പറയാനുണ്ട്. വലിയ പബ്ലിസിറ്റിയാണ് ഞങ്ങൾ കൊടുത്തത്. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിൻ്റെ തിരുനാൾ, ഊട്ടുനേർച്ച, ജാതിമത ഭേദമന്യേ ഏവർക്കും സ്വാഗതം. 18-ാം തീയതി വൈകുന്നേരമായപ്പോൾ ഒരു മുസ്ലിം സഹോദരി ഓടിക്കിതച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവരെൻ്റെ അടുത്തൊരു സഞ്ചി വെച്ചു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് 10 തേങ്ങകളാണ്. ഞാൻ അച്ഛനോട് അപേക്ഷിക്കുകയാണ്, നാളത്തെ ഊട്ടുനേർച്ചയിൽ ഈ 10 തേങ്ങകളും ഉണ്ടാകണമേ. എന്നിട്ട് ഈ സഹോദരി ഒരു കഥ പറയുകയാണ്. കഥയല്ല, അവരുടെ ജീവിതം തന്നെ. അവരുടെ വീട്ടിലും കിട്ടി ഒരു നോട്ടീസ്, വിശുദ്ധ ഔസേപ്പിൻ്റെ ഊട്ടുനേർച്ച. ആ ഊട്ടുനേർച്ചയ്ക്ക് നാനാജാതി മതസ്ഥരാണ് സാധനങ്ങൾ സംഭാവന ചെയ്യുന്നത്. അവർ തേങ്ങകളും പച്ചക്കറികളും അരികളുമൊക്കെ സംഭാവന ചെയ്യും. ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരിയുടെ മനസ്സിൽ ഒരാഗ്രഹം വരികയാണ്.
ആ തിരുനാളിന് എനിക്കും എന്തെങ്കിലും കൊടുക്കണം. അവരിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ, അവർക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കൈവശം ഒന്നും തന്നെ ഇല്ലല്ലോ, പടച്ചോനെ നീ എന്തെങ്കിലും തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതാ ദിവസം അടുക്കാറായിട്ടും സംഭാവന കൊടുക്കുവാൻ അവരുടെ കൈവശം ഒന്നും കിട്ടിയില്ല. ഈ മുസ്ലിം സഹോദരി പറയുകയാണ്, ഞാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ആ പള്ളിയിലെ വിശുദ്ധ ഔസേപ്പേ, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ മുകളിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഇട്ടു തരണമേ, ഇവ ഞാൻ ആ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാം. വളരെ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ്. ഇവരാഗ്രഹിച്ചത് എന്തെങ്കിലും എനിക്ക് കളഞ്ഞു കിട്ടണമേ, ഏതെങ്കിലും കുറച്ച് രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാം. അപ്പം നിഷ്കളങ്കതയോടുള്ള പ്രാർത്ഥനയാണ്, എനിക്ക് എന്തെങ്കിലും മുകളിൽ നിന്ന് വീണ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. വാതിൽ തുറന്നപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പറമ്പിൻ്റെ മുതലാളി ഈ വാതിലിൽ മുട്ടി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തുകൊള്ളുക. ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, കഴിഞ്ഞ 40 വർഷമായിട്ട് അയാൾ വന്ന് തേങ്ങ ഇടുകയും ഒരിക്കൽ പോലും എന്നോട് ഒരു തേങ്ങയെങ്കിലും വേണോ എന്ന് ചോദിക്കാത്ത ഒരാൾ, ഞാൻ നിങ്ങളുടെ പുണ്യവാനായ വിശുദ്ധ ഔസേപ്പിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് മുകളിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ഈ പള്ളിയിൽ കൊണ്ടുവന്ന് തന്നുകൊള്ളാമെന്ന് വളരെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ 40 വർഷമായിട്ട് ഇവിടെ പറമ്പിൽ വന്ന് തേങ്ങയിട്ടുകൊണ്ടിരുന്ന ആ പറമ്പിൻ്റെ മുതലാളി ഒരിക്കൽ പോലും ഒരു തേങ്ങയെങ്കിലും വേണോ എന്ന് ഇതേവരെ ചോദിക്കാത്ത മുതലാളി ഇതാ എൻ്റെ വാതിലിൽ വന്ന് മുട്ടിയിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തേങ്ങകൾ ഈ പ്രാവശ്യം എടുത്തുകൊള്ളുക. അച്ഛാ, ഞാൻ അങ്ങനെ എടുത്ത ആ 10 തേങ്ങകളുമായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ ഊട്ടുനേർച്ചയിൽ ഞങ്ങളുടെ ആ ഊട്ട് തിരുനാളിന് 10 തേങ്ങകളുടെ കഥ കൂടി പറയാനുണ്ട്. വളരെ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷങ്ങളധികമായി ഓരോ കത്തോലിക്ക വ്യക്തികളുടെയും ആ സ്നേഹത്തിന് മുൻപിൽ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ ഔസേപ്പ് നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനായി, കുടുംബങ്ങളുടെ സംരക്ഷകനായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ശക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വചനം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ, കൃപകളുടെ, അനുഗ്രഹങ്ങളുടെ ആ അരുവി നമ്മളുടെ മേൽ ഒഴുകി വരുമെന്നത് വിശുദ്ധ ഔസേപ്പ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് സിസ്റ്റർ മരിയ സിസിലിയ എന്ന ഇറ്റലിക്കാരത്തിയായ ബെനഡിക്റ്റൻ സിസ്റ്ററിന് വലിയ ദർശനങ്ങളാണ് ഉണ്ടായത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ദർശനങ്ങൾ മുഴുവൻ അവർ എഴുതി ചേർത്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ല വീത ദി സാൻ ജുസപ്പെ, വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധ ഔസേപ്പിൻ്റെ അമ്മയുടെ പേര് റേച്ചൽ എന്നാണ്. ഈ അമ്മയ്ക്ക് ഒരിക്കൽ
മാലാഖയുടെ ഒരു ദർശനമുണ്ടായി. ഈ ദർശനത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേൽ ജനം ദാഹത്തോടെ കാത്തിരിക്കുന്ന രക്ഷകനെ നിന്റെ മകൻ ജോസഫ് കാണുമെന്നും അവൻ്റെ സഹവാസത്തിൽ അവൻ ജീവിക്കുമെന്ന് മാലാഖ ഈ റേച്ചൽ എന്ന അമ്മയ്ക്ക് ദർശനത്തിലൂടെ പറയുകയാണ്. നിന്റെ മകൻ ജോസഫ് ഇസ്രയേൽ ജനം ദാഹത്തോടെ കാത്തിരിക്കുന്ന രക്ഷകനെ കാണുകയും അവനോടൊപ്പം വസിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തൻ്റെ മകൻ ജോസഫിനെ ഓരോ ദിവസവും അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഓ എൻ്റെ അനുഗ്രഹീതനായ മകനെ. ഓരോ ദിവസവും വിശുദ്ധ ഔസേപ്പിൻ്റെ അമ്മ റേച്ചൽ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയും, എൻ്റെ മകനെ, ഓ അനുഗ്രഹീതനെ. ഈ സിസ്റ്റർ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു ദിവസം കൊച്ചൗസേപ്പ് തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്തുകൊണ്ടാണ് ഓരോ ദിവസവും അമ്മ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓ അനുഗ്രഹീതനായ മകനെ എന്ന് വിളിക്കുന്നത്? അപ്പോൾ അമ്മ ഇങ്ങനെ ഉത്തരം കൊടുക്കുകയാണ്, എൻ്റെ മകനെ, എനിക്കറിയാം ദൈവം നിന്നെ അതിയായി സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓ അനുഗ്രഹീതനായ മകനെ എന്ന് വിളിക്കാൻ കാരണം, എൻ്റെ മകനെ, ദൈവം നിന്നെ അതിയായി സ്നേഹിക്കുന്നു. അതുമാത്രമല്ല, നിന്നെ ഗർഭം ധരിച്ച സമയത്ത് ആകാശത്ത് മറ്റാരും കണ്ടില്ലെങ്കിലും 3 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടു. ഇത് ജനിക്കാൻ പോകുന്ന ശിശു, അതായത് ഔസേപ്പിനോട് തൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് കുഞ്ഞ്, നീ എന്നെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആകാശത്ത് 3 നക്ഷത്രങ്ങളെ കാണുകയാണ്. അതിനർത്ഥം ഈ ലോകത്ത് ത്രിത്വൈക ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് മകനെ ഈ അമ്മ നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹീതനായ എൻ്റെ മകനെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് സിസ്റ്റർ മരിയ ല വീത്ത ദി സാൻ ജുസപ്പെ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധ ഔസേപ്പ് കുഞ്ഞുനാൾ മുതൽ തന്നെ അനുഗ്രഹീതനാണ്. അതിന് കാരണം യേശുക്രിസ്തുവിനോടൊപ്പം വസിക്കാനുള്ള കൃപ ലഭിച്ചതും ആ അമ്മ ദർശനത്തിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആകാശത്ത് അസാധാരണമായ 3 നക്ഷത്രങ്ങളെ കണ്ടുവെന്നും ഇത് ഈ കുഞ്ഞ് ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണെന്ന് ഈ ബെനഡിക്റ്റൻ സിസ്റ്ററിന് വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദർശനത്തിലൂടെ ലഭിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അമ്മ റേച്ചല് ആ മകനെ ഓരോ ദിവസവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയും, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ അനുഗ്രഹം ലഭിച്ച കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വിശുദ്ധ ഔസേപ്പിൻ്റെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകളാണ്. വിശുദ്ധ ഔസേപ്പിനെ ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും വിശുദ്ധ പത്രോസിൻ്റെ വചനം 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിന്നിട്ടുള്ളതാണ് വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതം. ഇങ്ങനെ താഴ്മയോടെ നിൽക്കുന്നവരെ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതം നാം പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം പരിശോധിച്ചാൽ, വിശുദ്ധ പത്രോസിൻ്റെ ഈ വചനം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പ്, തക്ക സമയത്ത് ദൈവം വിശുദ്ധ ഔസേപ്പിനെ രക്ഷകനായ ദൈവത്തിൻ്റെ
വളർത്തു പിതാവായിട്ട് അദ്ദേഹത്തെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കാൻ വിശുദ്ധ ഔസേപ്പിൻ്റെ ദൈവശാസ്ത്രം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. താഴ്മയോടെ നിൽക്കുന്ന നമ്മെ ദൈവം തൻ്റെതായ സമയത്ത് ആ ശക്തമായ കരം നമ്മെ ഉയർത്തിക്കൊള്ളുമെന്ന് വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. തൃശ്ശൂരിലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്തനായ വചനപ്രഘോഷകൻ ഫാദർ ഡേവിസ് പട്ടത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കണമെങ്കിൽ 5 കാര്യങ്ങളിൽ നാം ശ്രദ്ധയുള്ളവരാകണം. ഒന്നാമത്തത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. വിശുദ്ധ ഔസേപ്പിനുണ്ടായിരുന്നതും അത് തന്നെയാണ്, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. ഔസേപ്പേ, നീ ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ആമേൻ. ആ വചനത്തിന് മുൻപിൽ തലകുനിച്ച് നിന്ന് അവ സ്വീകരിക്കുന്ന വിശുദ്ധ ഔസേപ്പ്. അപ്പോൾ ഡേവിസ് അച്ഛൻ പട്ടത്തച്ഛൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിലുള്ള ആഴമുള്ള വിശ്വാസമാണ് ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത് ദൈവത്തോടുള്ള ദൃഢമായ സ്നേഹമാണ്. ദൈവത്തോടുള്ള ദൃഢമായ സ്നേഹം, ഒരു ഹൃദയ ബന്ധം, ഒരു ഹാർട്ട് ബന്ധം, ദൈവവുമായിട്ടുള്ള ഹൃദയമുള്ള ഒരു ബന്ധം. വിശുദ്ധ ഔസേപ്പിന് ദൈവത്തിനോട്, യേശുവിനോടുള്ള ആ ദൃഢമായ ബന്ധം, ഇവ നമുക്കുള്ളപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമത് ദൈവ പരിപാലനയെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശുദ്ധ ഔസേപ്പിന് ആ വലിയ ബോധ്യമുണ്ടായിരുന്നു. ആ ശിശുവായ യേശുവിനെ രക്ഷിക്കുവാൻ, ഹെറോദസിൻ്റെ ശക്തമായ കരങ്ങളിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ സ്വപ്നത്തിൽ ദർശനം ലഭിച്ചപ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പിന്നീട് മടങ്ങി നസറത്ത് എന്ന തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ വിശുദ്ധ ഔസേപ്പ് ആശ്രയിച്ചു. വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ, ആ സംരക്ഷണ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ നാമും ആശ്രയിക്കണമെന്നാണ് വിശുദ്ധ ഔസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമത് ആഴമായ എളിമയാണ്. ആഴമായ എളിമ. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എളിമയാണ്. എല്ലാവർക്കും അഹങ്കാരമാണ്. ഇന്ന് നമ്മുടെ മക്കൾ വരെ, പല മാതാപിതാക്കളും ഞങ്ങളോട് വന്ന് പറയുന്നത്, അച്ഛാ, ഞങ്ങൾ പറയുന്നതിന് തർക്കുത്തരം പറയുകയാണ് ഞങ്ങളുടെ മക്കൾ. ഒരു കാലത്ത് മാതാപിതാക്കന്മാരുടെ മുൻപിലും മുതിർന്നവരുടെ മുൻപിലും എളിമയോടെ ജീവിച്ചിരുന്ന മക്കൾ ഇന്ന് ആ എളിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആ എളിമയുടെ ദൈവശാസ്ത്രമാണ്. ആഴമായ എളിമ. ദൈവവചനത്തിന് മുൻപിൽ, ദൈവിക ദർശനങ്ങൾക്ക് മുൻപിൽ, തൻ്റെ ജീവിത ദൗത്യത്തിന് മുൻപിൽ എളിമപ്പെട്ട് നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പ് വിശ്വസിക്കുകയാണ്. വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ തക്ക സമയത്ത് ദൈവം തന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് വിശ്വസിക്കുകയാണ് എളിമയുള്ള വിശുദ്ധ ഔസേപ്പ്. അഞ്ചാമത് ദൈവേഷ്ടത്തോടുള്ള വിധേയത്വം. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഇനി വേറൊന്നുമില്ല. തൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമല്ല, നേരെ മറിച്ച് തൻ്റെ ജീവിതം ദൈവേഷ്ടത്തോടുള്ള വിധേയത്വമാണ്. തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന വിശുദ്ധ ഔസേപ്പ്. ഈ 5 കാര്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് വിശുദ്ധ ഔസേപ്പ്.
ദൈവത്തിനോടുള്ള ആഴമായ വിശ്വാസം, ദൈവത്തോടുള്ള ദൃഢമായ സ്നേഹം, ദൈവപരിപാലനയിലുള്ള ബോധ്യം, ആഴമായ എളിമ, ദൈവേഷ്ടത്തോടുള്ള വിധേയത്വം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഡേവിസ് പട്ടത്തച്ഛൻ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം. സമ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ആൾബലത്തിൻ്റെ, പ്രശസ്തിയുടെ, ഇവയിൽ നിന്ന് മാറി വിശുദ്ധ ഔസേപ്പിനെ പോലെ താഴ്മയോടെ ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കണം. അപ്പോൾ പണം പണം പണം, പ്രശസ്തി പ്രശസ്തി പ്രശസ്തി, ഇവയുടെ പിന്നാലെ പായാതെ എളിമയോടെ തുറവിയോടെ ദൈവഹിതങ്ങൾക്ക് മുൻപിൽ കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തോടുള്ള വിധേയത്വവും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടും എളിമയോടെ ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ മുൻപിലും നിഷ്കളങ്കതയോടെ നിൽക്കുമ്പോൾ വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ തക്ക സമയത്ത് ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഉയർത്തിക്കൊള്ളും. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ കുടുംബങ്ങളുടെ പാലകനും നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനുമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ നാം സ്വീകരിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ എളിമയും നിഷ്കളങ്കതയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദൈവഭക്തിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ശക്തിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല മരണത്തിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥരായ വിശുദ്ധ ഔസേപ്പേ, ആധുനിക ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ഞാനെന്ന ഭാവത്തിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിൽ എളിമയോടെ അങ്ങയുടെ മുൻപിൽ തലകുമ്പിട്ട് മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ദൈവത്തിൽ, ത്രിത്വൈക ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കൾ, വിശ്വാസികൾ ദർശിക്കുന്നതിന് വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ ഈശോ വിശുദ്ധ ഔസേപ്പിൻ്റെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ ഔസേപ്പിനെ പോലെ നമുക്കും എളിമയോടെ താഴ്മയോടെ ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കാം. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും. സർവശക്തനായ ദൈവം വിശുദ്ധ ഔസേപ്പിൻ്റെ പ്രാർത്ഥനകളാൽ ഈ വചനം ശ്രവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.